അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സമുദായക്കാർക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിരിക്കുന്ന ജാസിയെക്കുറിച്ചും ആഷിയെക്കുറിച്ചും പറയാനാണ്. ഈ വീഡിയോ മുഴുവനായി കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പൊരുൾ, അതിൻ്റെ സത്യാവസ്ഥ കംപ്ലീറ്റ് മനസ്സിലാവുകയുള്ളൂ. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവനും കാര്യങ്ങൾ മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഒരു എത്തും പിടിയും കിട്ടുകയില്ല. അതുകൊണ്ട് എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാസിയും ആഷിയും ഇവരുടെ മുമ്പിലേക്ക് എങ്ങനെയെങ്കിലും ഈ വീഡിയോ എത്തുകയാണെങ്കിൽ ഇവരിത് മുഴുവനായി കണ്ട് അവരുടെ സത്യാവസ്ഥ അവർക്ക് മനസ്സിലാകട്ടെ. അങ്ങനെ അവർ അതിനനുസരിച്ച് നീങ്ങട്ടെ, പ്രവർത്തിക്കട്ടെ, ജീവിക്കട്ടെ എന്ന് മനസ്സിലാക്കാനും, ഇവരെ പോലെയുള്ള ആളുകൾ ആരെങ്കിലും ഈ രീതിയിൽ ജീവിക്കുകയോ അതിന് മുതിരുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു പാഠമാകാനും കൂടിയിട്ടാണ്. അതുകൊണ്ട് ഇത് പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് യൂട്യൂബിൻ്റെ പുതിയ അൽഗോരിതം അനുസരിച്ച് ഇത് സ്പ്രെഡായി പോവുകയുള്ളൂ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്, ഞാനാണ്. ഒരുപാട് പുരുഷന്മാരത് കേൾക്കുന്നുണ്ട്, സ്ത്രീകൾ കേൾക്കുന്നുണ്ട്. സാധാരണഗതിയിൽ സ്ത്രീകൾ പോലും ആഗ്രഹിക്കുന്നത്, ഈ ജന്മത്തിൽ ഞാൻ ഏതായാലും ആണായി പിറന്നില്ല, അടുത്ത ജന്മത്തിലെങ്കിലും എനിക്കൊരു ആണായി പിറന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ പറയുന്ന ഒരുപാട് സ്ത്രീകളെ കുടുംബത്തിലും പരിചയത്തിലുമുള്ള ആളുകൾ എന്നോട് തന്നെ പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ പറയാറുണ്ട്. കാരണം അവരുടെ ജീവിതത്തിലെ ദുരന്തങ്ങളും ഒക്കെ അവർക്ക് സഹിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടേതായ ജീവിതത്തിൻ്റെ എന്താ അറിയില്ല, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കാം. അവരുടെ പ്രകൃതിയിലെ വൈജാത്യങ്ങളെ കൊണ്ടോ മറ്റുമൊക്കെ ആയിരിക്കാം. എന്നാൽ സ്ത്രീ സമുദായത്തെ ഒന്നടങ്കം നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ തരം താഴ്ത്തുകയോ അല്ല ചെയ്യുന്നത്. സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ആ ജന്മം അങ്ങനെ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഇത് കേൾക്കുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ടാകാം. എന്നാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആണുങ്ങളെപ്പോലെ ജീവിക്കണം, ആണായി നിൽക്കണം എന്നൊക്കെ, അങ്ങനെ സാധാരണഗതിയിൽ ഒരു ആണായി ജീവിക്കണം, അല്ലെങ്കിൽ ഒരു പുരുഷനെ പോലെ ജീവിക്കണം, ഒരു പുരുഷനെ പോലെ ഒരു പൗരുഷത്വത്തോടു കൂടി, അതിനെയാണ് എപ്പോഴും ഒരു മഹത്വവൽക്കരിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇവിടെ സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. ദൈവസൃഷ്ടികളിൽ പുരുഷനും സ്ത്രീക്കും അവരൊക്കെ തുല്യരാണ്. കമൻറ്റിലൊക്കെ ഇത് കേൾക്കുമ്പോൾ പല ആളുകളും ചിലപ്പോൾ നമുക്ക് മറുപടി തന്നേക്കാം. അതിന് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുകയാണ്, സാധാരണ ആളുകൾ പറയുന്നതാണ് ഞാൻ പറയുന്നത്. നമ്മളതിനെ പിന്താങ്ങുന്നു എന്നോ അതാണ് ശരിയെന്നൊന്നും ഇതിന് പറയുന്നില്ല. പറഞ്ഞു വരുന്നത് ആഷിയെക്കുറിച്ചും ജാസിയെക്കുറിച്ചുമാണല്ലോ. മുഴുവനായി നിങ്ങൾ കേൾക്കണമെന്ന് വീണ്ടും ഞാൻ പറയുന്നുണ്ട്. ഇവർ ഹുൻസയാണെങ്കിൽ, അറബിയിൽ ആണും പെണ്ണും കെട്ട ആളുകൾ, അല്ലെങ്കിൽ നപുംസകം, ഹിജട എന്നൊക്കെ പറയുന്ന ആളുകൾ, ഇവരാരാണ് എന്ന് നമുക്ക് പറഞ്ഞു വരികയാണ്. അപ്പോൾ ഹുൻസ ആണെങ്കിൽ ചില കാര്യങ്ങളിൽ ഈ ഹുൻസയ്ക്ക്, ഈ നപുംസകത്തിന് പെണ്ണിൻ്റെ വിധിയാണുള്ളത്. എന്നാൽ ചില കാര്യങ്ങളിൽ സ്വതന്ത്ര വിധിയാണുള്ളത്. ഇപ്പോൾ പള്ളിയിലൊക്കെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിസ്കരിക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, നപുംസകളുണ്ട്, സ്ത്രീകളുണ്ടെങ്കിൽ ആദ്യം പുരുഷന്മാരാണ് മുന്നിൽ നിൽക്കേണ്ടത്, പിന്നെ കുട്ടികളാണ് നിൽക്കേണ്ടത്. അതിനുശേഷം മൂന്നാമത്തെ വരിയിലാണ് നപുംസകങ്ങൾ, ഹിജടകൾ നിൽക്കേണ്ടത്, പിന്നെയാണ് സ്ത്രീകൾ നിൽക്കേണ്ടത്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, ഈ നപുംസകങ്ങൾ, ഹിജടകൾ, അവർക്ക് സ്ത്രീകൾ എല്ലാ കാര്യങ്ങളിലും അവർക്ക് സ്ത്രീകളുടെ വിധിയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളുടെ കൂട്ടത്തിൽ അവരെ പെടുത്താനും പറ്റുകയില്ല. അതുകൊണ്ട് അവരെ സൂക്ഷ്മമായി പെരുമാറേണ്ട ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ എല്ലാ കാര്യത്തിലും അവർ സ്ത്രീകളെ പോലെയാണ്, അവർ സ്ത്രീകളുടെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന് കരുതി ആ രീതിയിൽ ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി ഷാഫിഈ മദ്ഹബിലെ പ്രധാനപ്പെട്ട കിതാബുകളിലെ പല ഇതിനെക്കുറിച്ച് പറഞ്ഞ പല ഇബാറത്തുകളും സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അറബി അറിയാത്തവരായിരിക്കും എൻ്റെ കേൾവിക്കാരിൽ അധികമെങ്കിലും, അവർക്കതിൻ്റെ അർത്ഥം കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പം ആഷിയും ജാസിയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങളിത് പല തവണ കേട്ട് നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങളെക്കുറിച്ച് എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കണം. ഇതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇത് മനസ്സിലാക്കി ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ചുരുക്കി പറയുകയാണ്, അൽ ഹുൻസ ഫിൽ ലുഗ, ഭാഷാർത്ഥത്തിൽ ഹുൻസ നപുംസകം എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ യഖ്ലുസു ലിദക്കരിൻ വല ഉൻസ, പുരുഷനോടോ സ്ത്രീയോടോ ഒരിക്കലും ഒരു കടപിടിക്കാത്ത, എന്ന് പറഞ്ഞാൽ
പുരുഷനെന്നോ സ്ത്രീയെന്നോ തറപ്പിച്ച് പറയാൻ പറ്റാത്ത ആളുകളാണ്. അവില്ലദീ ലഹുമ ലിരിജാലി വന്നിസാഇ ജമിയൻ, അല്ലെങ്കിൽ അവർക്ക് പുരുഷന്മാർക്കുള്ളതും സ്ത്രീകൾക്കുള്ളതുമായ കാര്യങ്ങൾ രണ്ടും പാടെ സമ്മിശ്രമായിട്ടായിരിക്കുണ്ടാകും. വഹുവല്ലൈനു വത്തകസുറു, ആ പുരുഷനോടുള്ള കാര്യങ്ങൾ, സ്ത്രീയോടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, ഏറ്റവും ചുരുക്കി പറയാണ്. വഫിൽ ഇസ്തിലാഹി, സാങ്കേതികാർത്ഥത്തിൽ മല്ലഹു ആലത്ത അരിജാലി വന്നിസായി, പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗികാവയവങ്ങൾ അവർക്കുണ്ടാകും. ഔ മല്ലേ സലഹു ഷൈഅം മിൻഹുമ, അല്ലെങ്കിലോ പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗികാവയവങ്ങളിൽ ഒന്നും തന്നെ അവർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അസുലൻ തീരെ ഉണ്ടാവുകയില്ല. പക്ഷേ വലഹു സഖബുൻ, ആ ആൾക്ക്, ആ മനുഷ്യ ജന്മത്തിന് ഒരു ദ്വാരമുണ്ടാകും. യഖ്റുജു മിൻഹുൽ ബൗലു, മൂത്രം അതിലൂടെ പുറപ്പെടും, അങ്ങനത്തെ ഒരു ദ്വാരമുണ്ടാകും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ഇനി ഇതിൽ പറയേണ്ട മറ്റൊന്നുണ്ട്. അൽ മുഹന്നസ്, മുഹന്നസ് എന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹുവല്ലദി യഷ്ബഹുൽ മർഅത, ആരാണ് മുഹന്നസ്? സ്ത്രീയോട് തുല്യമാകും. ഫിൽ ലൈനി വൽ കലാമി, ആ സ്ത്രീയുടെ നൈർമല്യത്തിലും അതുപോലെ തന്നെ സംസാരത്തിലും സ്ത്രീയെപ്പോലെ സംസാരിക്കുക, സ്ത്രീയെപ്പോലെ ഇങ്ങനെ ആടിക്കുഴഞ്ഞ് ആ പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ ആ ഒരു കിളിക്കഞ്ചലോടുകൂടി സംസാരിക്കുക. വന്നൊന്നിരി, സ്ത്രീയെപ്പോലെ നോക്കുക. വൽഹറക്കത്തി, സ്ത്രീയെപ്പോലെ ചലിക്കുക, നടക്കുക, ഓടുക, അങ്ങനെ വനഹബിദാലിക്ക തുടങ്ങിയ പ്രകൃതിപരമായ കാര്യങ്ങൾ സ്ത്രീയോട് തുല്യമായ ആളുകൾ, അഥവാ അവർ സ്ത്രീയോട് തുല്യമാവുകയാണ്, അഭിനയിക്കുകയാണ്, ആണ് മുഹന്നസ് എന്ന് പറയുന്നത്. വഹുവൽ റുബാനി, ഈ മുഹന്നസ് തന്നെ രണ്ട് വിധമുണ്ട്. ഒന്ന് അഹദുഹും, അതിലൊന്ന് മൻ ഖുലിഖ കദാലിക, അങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ്. അഥവാ സ്ത്രീയെപ്പോലെ സംസാരിക്കുക, സ്ത്രീയെപ്പോലെ നോക്കുക, സ്ത്രീയെപ്പോലെയുള്ള നൈർമല്യം, അവരോടുള്ള ചലനം, നടത്തം, അങ്ങനെ അവർ പ്രകൃതിയാൽ അങ്ങനെയാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫഹാദ ലാ ഇസ്മ അലൈഹി, ഇത്തരക്കാർക്ക് ഒരു ശിക്ഷയുമില്ല. കാരണം അവർ അഭിനയിക്കുകയല്ല, അവർക്ക് പ്രകൃതിയാൽ അള്ളാഹു അങ്ങനെ കൊടുത്തതാണ്. അതുകൊണ്ട് അവർക്ക് ശിക്ഷയില്ല എന്നാണ് ശരിക്കും മനസ്സിലാക്കണം പറയുന്നത്. സംശയങ്ങൾ നിങ്ങൾക്ക് എന്താണെങ്കിലും കമൻറ്റിൽ ചോദിക്കാം, ഇൻഷാ അള്ളാഹ് ഞാൻ മറുപടി തരും. വസാനി, ഈ മുഹന്നസ് അഥവാ സ്ത്രീയായി കോലം കെട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്ത്രീയെപ്പോലെ തോന്നിപ്പിക്കുന്ന ആളുകൾ, അവരിൽ രണ്ടാമത്തെ വിഭാഗം മല്ലം യക്കുൻ കദാലിക്ക, ഇപ്രകാരമൊന്നുമല്ല. ഖിൽഖത്തൻ, സൃഷ്ടിപ്പിലെ സ്ത്രീയുടെ സ്വഭാവ പ്രകൃതിയുമൊന്നും ദൈവം കൊടുത്തിട്ടില്ല. ബൽ യതശബു ബിൻ നിസായി, എന്നാൽ സ്ത്രീകളോട് അവർ തുല്യമാവുകയാണ്. സ്ത്രീകളെപ്പോലെ അവർ അഭിനയിക്കുകയാണ്. ഫി ഹറക്കാത്തിന്ന, സ്ത്രീകളുടെ ചലനങ്ങളിലും കലാമിഹിന്ന, സംസാരമൊക്കെ അതേപോലെ സംസാരിക്കുക, ഒരു സാധാരണഗതിയിൽ മോണാക്ടൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ അങ്ങനെ അങ്ങനെ സംസാരിക്കുക, അവരെ പോലെ ചലിക്കുക, നടക്കുക, ഇരിക്കുക. ഫഹാദാഹു വല്ലദി, ഈ പറഞ്ഞ വിഭാഗം, ഈ അഭിനയിക്കുന്ന വിഭാഗം, ജാഅത്തിൽ അഹാദീസ് സ്വഹീഹത്തു, സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ബിലാനിഹി, ഇത്തരക്കാരെ ശപിച്ചുകൊണ്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം ആധികാരികതയ്ക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുണ്ട്. അൽ മുഹന്നസീന മിനർ റിജാലി, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന്, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സ്ത്രീവേഷം കെട്ടുന്നവരെ ശപിച്ചിട്ടുണ്ട്. വൽ മുത്തറജ്ജിലാത്തി മിനർ നിസാ, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് പുരുഷവേഷം കെട്ടുന്നവരെയും പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സ്ത്രീവേഷം കെട്ടുന്നവരെയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഹദീസ്. ഇനി മറ്റൊന്ന് നോക്കൂ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുണ്ട്. അർറജുല, ഒരു പുരുഷനെ, യൽബസു ലിബ്സത്തൽ മർഅത്തി, സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെ ശപിച്ചിട്ടുണ്ട്. വൽ മർഅത്ത തൽബസു ലിബ്സത്തർ റജുലി, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും ശപിച്ചിട്ടുണ്ട്. ഈ വിഷയം ജാസിയോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ശപിച്ചിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. എന്ത് ആധികാരികത കൊണ്ട്, എന്ത് അറിവ് കൊണ്ടാണ്, എന്ത് വെച്ചിട്ടാണ് ഇവനിങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പുരുഷവേഷം സ്ത്രീ വേഷം കെട്ടുന്ന ഒരു നല്ലൊരു അഭിനയതാവാണ് ഈ ജാസി എന്നാണ് എനിക്ക് തോന്നുന്നത്. പലർക്കും തോന്നുന്നത് അങ്ങനെയാണ്. അത് തീർത്ത് പറയേണ്ടത് അവനാണ്. അവൻ്റെ നടപടിയും പുതിയ വെളിപ്പെടുത്തലുകളുമൊക്കെ പല ആളുകളും അവനെക്കുറിച്ച് അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, കാരണം അതിൽ നിന്നൊക്കെ മനസ്സിലായത് ഇവന് UAE പോയിട്ട് അവിടുന്ന് സർക്കാർ അവിടുന്ന് മടക്കി അയച്ചു എന്നാണ് പറയുന്നത്. കാരണം ശരിക്കും അതിനുള്ള കാർഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തെളിയിക്കാൻ ഇവന് കഴിഞ്ഞിട്ടില്ല. ഇവനൊരു ട്രാൻസ്ജെൻഡറാണ് അല്ലെങ്കിൽ ഒരു നപുംസകമാണ് എന്നൊന്നും തെളിയിക്കാനുള്ള ഒരു രേഖയും അവൻ്റെ കഴിയിലില്ല. അതിന് ശാസ്ത്രീയമായി
മെഡിക്കൽ സയൻസ് പ്രകാരം തെളിയിക്കാൻ ഇവന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇവനിങ്ങനെ അഭിനയിക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഹദീസ് ഇവന് ബാധകമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇവനെ കുറിച്ചല്ല എന്ന് പറഞ്ഞത് ശരിയല്ല, അത് ഇവൻ അറിവില്ലാത്തത് കൊണ്ടാണ്. ഫൽ മുഖന്നസ് അഥവാ സ്ത്രീ വേഷം കെട്ടുന്ന ആളില്ല ഹഫാഫി ദുക്കൂരിയത്തിഹി, അവൻ പുരുഷനാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവൻ പുരുഷൻ തന്നെയാണ്, സ്ത്രീ വേഷം കെട്ടുന്നുണ്ടേ ഉള്ളൂ. ബിഖിലാഫിൽ ഖുൻസ, എന്നാൽ ഖുൻസക്കെതിരായ നിലയിൽ യൻഖസിമുൽ ഖുൻസ ഇലാ മുഷ്കിലിൻ വഗൈരി മുഷ്കിലിൻ, ഈ ഖുൻസ തന്നെ ഖുൻസ മുഷ്കിലുണ്ട്, ഖുൻസ ഗൈറു മുഷ്കിലുണ്ട്. അൽ ഖുൻസ ഗൈറുൽ മുഷ്കിൽ, ഗൈറുൽ മുഷ്കിലായ ഖുൻസ ഏതാണ്? മൻ യതബയ്യനു ഫീഹി അലാമത്തു ദുകൂറത്തി അവൽ ഉനൂസത്തി, പുരുഷന്മാരുടെ അടയാളങ്ങൾ ഒന്നിരിക്കൽ അവനിൽ വെളിവാകും, അല്ലെങ്കിൽ സ്ത്രീയുടെ അടയാളങ്ങളായിരിക്കും അവനിൽ നിന്ന് വെളിവാകുക. ഫയഅലമു അന്നഹു റജുൽ അബിംറഅത്തിൻ, അവൻ ഒന്നിരിക്കൽ പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് എന്ന് അറിയപ്പെടും. മനസ്സിലായ? ഫഹാദ ലൈസ ബി മുഷ്കിലിൻ, ഇതൊരിക്കലും ഒരു ഇഷ്കാലുണ്ടാക്കുന്ന സംശയം ജനിപ്പിക്കുന്ന ഒരു ജന്മമല്ല. ഫഇന്നമാ ഹുവ റജുലൻ, അവനൊരു പുരുഷനാണ്. ഫീഹി ഖിൽഖത്തുൻ സായിദത്തുൻ, ഒരു കൂടുതൽ ഒരു പ്രത്യേകത, ഒരു പ്രകൃതി അവനിൽ ഉണ്ട് എന്നുള്ളതാണ്. അബിംറഅത്തുൻ, അല്ലെങ്കിൽ ഒരു അവൻ സ്ത്രീ ആയിരിക്കും. അതാണ് ആണും പെണ്ണും കെട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് രണ്ടാൽ ഒന്നാണ്. ഒന്നിരിക്കൽ പുരുഷനായിരിക്കും അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കും. പുരുഷനാകുമ്പോൾ ആ പുരുഷ സൃഷ്ടിപ്പിൽ കൂടുതൽ എന്തോ ഒരു അള്ളാഹു അതിൽ ദൈവം തമ്പുരാൻ അവന് കൂടുതൽ ഒരു പ്രകൃതി കൊടുത്തിട്ടുണ്ടെന്നാണ്. സ്ത്രീ ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ സ്ത്രീക്കുണ്ടാവുന്നതിനേക്കാൾ കൂടുതലൊരു പ്രകൃതി അവനിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സർജറി ചെയ്ത് ശരിയാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത് അറിയാം. അപ്പോൾ അത് രണ്ട് ലൈംഗികാവയവങ്ങളുണ്ടെങ്കിൽ മൂത്രം പോകുന്നത് അതുപോലെ തന്നെ മലം പോകുന്നതൊക്കെ ഏത് അവയവങ്ങളിലൂടെയാണെന്ന് നോക്കുക. രണ്ടിനും പോകുന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങുന്നത് ഏതിലാണെന്ന് നോക്കുക. അത് ഏത് ലൈംഗികാവയവത്തിലാണ്? പുരുഷൻ്റേതാണെങ്കിൽ പുരുഷനായി ഗണിക്കണം, സ്ത്രീയുടേതാണെങ്കിൽ സ്ത്രീയായി ഗണിക്കണം. ഇനി രണ്ടും ഒരുമിച്ച് തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെയും നോക്കാം. ഇനി രണ്ടും ഒരേപോലെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ് അതാണ് എടുക്കേണ്ടത് എന്ന് കിതാബിൽ കാണാറുണ്ട്. ഇനി രണ്ടും ഒരേപോലെ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും അവസാനിക്കുന്നത് ഏതിലാണ് അതാണ് എടുക്കേണ്ടത്. കാരണം അപ്പം മറ്റത് മുറിച്ച് കളയുക അല്ലെങ്കിൽ അത് ഒഴിവാക്കി കളയുക എന്നുള്ളതാണ് സർജറി ചെയ്ത്. അത് തെറ്റുള്ള കാര്യമല്ല, അത് അള്ളാഹു ഇസ്ലാം അനുവദിച്ച ഒരു കാര്യം കൂടിയാണ്. കാരണം ഇവർ അഭിനയിക്കുകയല്ലല്ലോ, അവരുടെ സൃഷ്ടിപ്പ് അങ്ങനെ ആയതുകൊണ്ട്. അപ്പം ഇങ്ങനെയാണ് കിതാബുകളിലൊക്കെ കാണുന്നത്. അപ്പം ഏത് അവയവത്തിലാണ് അത് തുടങ്ങുന്നത് എന്ന് നോക്കുക. അവരുടെ മലം പോകുന്നതും മൂത്രം പോകുന്നതും ഏത് അവയവത്തിലാണ് തുടങ്ങുന്നത്? ആ തുടങ്ങുന്നത് പുരുഷ അവയവത്തിലാണ്, എന്നാൽ പുരുഷനായി ഗണിക്കണം. സ്ത്രീ അവയവത്തിലാണെങ്കിൽ സ്ത്രീയായിട്ട് ഗണിക്കണം. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ സമയത്താണെന്നുണ്ടെങ്കിൽ എൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഫിനിഷ് ഏതിലാണ് നോക്കുക. ഏത് അവയവത്തിലാണ് അത് ഫിനിഷ് ചെയ്യുന്നത് നോക്കുക. അങ്ങനെയാണ്. അപ്പം അത് ഫിനിഷ് ചെയ്യുന്നത് അവസാനം അത് ആ ഏത് അവയവത്തിലൂടെയാണ് അത് പോരുന്നത്. ഒരവയവത്തിൽ നിന്നിട്ട് മറ്റവയവത്തിൽ പോരുന്നുണ്ടെങ്കിൽ ആ അവസാനം നിന്ന അവയവത്തിൽ അവസാനം മലം പോകുന്ന അല്ലെങ്കിൽ അവസാനം മൂത്രം പോകുന്ന അവയവം ആരുടേതാണ് അതനുസരിച്ചാണ് വിധിക്കുക എന്നർത്ഥം. ഇനി രണ്ടും ഒരേപോലെയാണ്, സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഒരേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് മുഷ്കിലാണ്. അപ്പം എന്താ നിയമം ഞാൻ പറയാൻ പോകുന്നുണ്ട് കണ്ടോ. ഇവിടെ വഹക്കുമുഹു ഇങ്ങനെ ഈ മുഷ്കിലല്ലാത്ത ഒന്നിരിക്കൽ പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണെന്ന് അടയാളം കൊണ്ട് മനസ്സിലാക്കാവുന്നതിൻ്റെ വിധി എന്താണ്? ഫിർസിഹി, അനന്തര സ്വത്ത് കൊടുക്കുന്നതിലും മസായിരി ഹക്കാമിഹി, മറ്റെല്ലാ നിയമങ്ങളിലും ഹുക്മുമാ ളഹറ തആലാമാതുഹു ഫിഹി, സാധാരണ ഒരു മനുഷ്യൻ്റെ, പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ, സ്ത്രീയാണെങ്കിൽ സ്ത്രീക്കുള്ള നിയമമായിരിക്കും അതിനുണ്ടാവുക എന്നുള്ളതാണ്. ഇനി അൽ ഹുൻസൽ മുഷ്കിൽ, രണ്ടും ഒരേപോലെയാണ്, തിരിച്ചറിയാൻ കഴിയുന്നില്ല. രണ്ട് അവയവങ്ങളുണ്ട് അല്ലെങ്കിൽ തീരെ അവയവങ്ങളിലില്ല. അപ്പോൾ അതിൻ്റെ പുരുഷൻ്റെതേ അടയാളങ്ങളില്ല, സ്ത്രീയുടെ അടയാളങ്ങളില്ല. അത് മൂത്രവും കാഷ്ടവും വെച്ച് നോക്കുമ്പോഴും അവിടെ ഒന്നും നമുക്ക് ഒരു അവയവത്തിന് പ്രത്യേക സ്വാധീനമുള്ളതായി, ഒരു കൂടുതൽ ആക്ടിവിറ്റി ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തിരിച്ചറിയാൻ, ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇവിടെ LGBTQ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഈ ജാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അതിലെ എല്ലാം എന്തിനു സൂചിപ്പിക്കുന്നു? അത് ലെസ്ബിയൻസിനെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ലെസ്ബിയനാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ജി എന്താണ്? ഗേ ആണ്. ഇനി അവർ ഗേ ആണോ അതും നമുക്ക് പറയാൻ കഴിയുന്നില്ല, അത് അവർ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ബി എന്താണ്? ബൈസെക്ഷലാണ്, സ്ത്രീയോടും പുരുഷനോടും ഒരേപോലെ താല്പര്യം തോന്നുന്ന ഒരു വിഭാഗമാണ്. അവരങ്ങനെയാണോ അതും നമുക്ക് പറയാൻ കഴിയുന്നില്ല. ടി എന്നുള്ളത് ട്രാൻസ്ജെൻഡർ എന്നുള്ളതിലേക്കാണ്, ട്രാൻസ്ജെൻഡറാണ്. അത് സർജറിയൊക്കെ ചെയ്ത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരുപാട് ഹോർമോണൊക്കെ കുത്തിവെച്ചുള്ള പരിപാടിയാണ്. ഒരുപാട് സംഖ്യ ചിലവുള്ളതാണ്. അത് അവയവങ്ങളൊക്കെ മുറിച്ചു മാറ്റിയൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അത് ഇവൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവൻ ട്രാൻസ്ജെൻഡർ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ക്യൂ ആണ്, അത് ക്യൂർ അഥവാ ക്വസ്റ്റ്യനിങ് ആണ്.
അതായത് ഒരു വിചിത്ര ജീവിയായിട്ട് അത് ആരാന്ന് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാതെ നിൽക്കുന്നതാണ് ക്യൂ എന്നുള്ളത്. അപ്പോൾ ഇവന് ക്യൂ അതിൽപ്പെട്ടതാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ QIA ഉണ്ട്. ആയതാണ് ഇന്റർസെക്സ് ആണ്. ഇന്റർസെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹുൻസ എന്ന് അറബിയിൽ സാധാരണ പറയുന്നതാണ്. നപുംസകം ഹിജറ എന്ന് പറയുന്നതാണ് ഇന്റർസെക്സ് എന്ന് പറയുന്നത്. ആ ഇന്റർസെക്സ് എന്നുള്ളത് ഒന്നിരിക്കും അത് പുരുഷനായിരിക്കും അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കും. അത് സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിരിക്കും പൂർണ്ണമായി പുരുഷനാക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ പൂർണ്ണമായി സ്ത്രീയാക്കി മാറ്റാൻ പറ്റും. പൂർണ്ണമായി പുരുഷനായി മാറിക്കഴിഞ്ഞാൽ പുരുഷൻ്റെ നിയമങ്ങളൊക്കെ അയാൾക്ക് വരും. പൂർണ്ണമായി സ്ത്രീയായി മാറിക്കഴിഞ്ഞാൽ സ്ത്രീയുടെ നിയമങ്ങളൊക്കെ വരും. പൂർണ്ണമായി മാറണം, അങ്ങനെയാണ് ഇതിൻ്റെ നിയമം. ഇനി ഹുൻസൽ മുഷ്കിൽ, നിങ്ങൾക്ക് മടുപ്പ് വന്നോ? മടുപ്പ് വന്നാലും അല്ലെങ്കിൽ പൂർണ്ണമായി ഇത് കേൾക്കണം. ഏറ്റവും ചുരുക്കി ഞാൻ പറയുകയാണ്. ആരാണ് മുഷ്കിലായ ഹുൻസ? ഹുവമൻ ലാ യതബയ്യനു ഫിഹി അലാമത്തു സുഖൂറത്തി വൽ ഉൻസത്തി. സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അടയാളങ്ങളൊന്നും വെളിവാകാത്ത ആളാണ്. വലാ യഅലമു അന്നഹു റജുലുൻ അം ഇംറഅത്തുൻ. സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ യാതൊരു അറിവും ലഭിക്കാത്ത ഒരാൾ. ആർക്കും അറിയാൻ കഴിയുന്നില്ല സ്ത്രീയാണോ പുരുഷനാണെന്ന്. അല്ലെങ്കിൽ തആറദത്ത് ഫിൽ അലാമത്തു, അല്ലെങ്കിൽ അടയാളങ്ങൾ വൈരുദ്ധ്യമായി വന്നു. സ്ത്രീയുടെ അടയാളങ്ങളുണ്ട്, പിന്നെ പുരുഷൻ്റെ അടയാളങ്ങളും സമ്മിശ്രമായി വന്നു. എന്നാൽ ഒന്നിനൊന്നും മികച്ചു നിൽക്കുന്നില്ലതാണ്. ഫതഹസ്സുലു മിൻ ഹാദാ, ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലായി അന്നൽ മുഷ്കില നൗഅനി, മുഷ്കിലായ ഹുൻസ തന്നെ രണ്ട് വിധമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നൗലഹു ആലത്താനി, ഒന്ന് പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗികാവയവങ്ങൾ ഉള്ളത്. വസ്തവത്ത് ഫീൽ അലാമത്ത്, പക്ഷേ അടയാളങ്ങൾ സമമായി. സ്ത്രീയുടെ അടയാളവും 50 ആണ്, പുരുഷൻ്റെ അടയാളവും 50 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മറ്റൊരു ഇനം ഏതാണ് മുഷ്കിലിൻ്റെ കൂട്ടത്തിൽ? ലൈസലഹു വാഹിദത്തുൻ. ഈ മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിങ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, LGBTQ ക്വസ്റ്റ്യനിങ് ആണെന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പണ്ഡിതന്മാരുടെ പിന്നെ കിതാബിൻ്റെ അഭിഭാരത്തിൽ നിന്ന് അവിടെ പിന്നെ ക്യൂർ അഥവാ ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞത് ഈ മുഷ്കിലാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ലീസലഹു വാഹിദുത്വമിനൽ, പിന്നെ അപ്പോൾ മുഷ്കിലിനെ നമ്മളൊന്ന് പറഞ്ഞു, പിന്നെ പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗികാവയവങ്ങളുണ്ട്, പക്ഷെ അടയാളങ്ങൾ അതിൽ സമമാണ്. അപ്പോൾ ലീസലഹു വാഹിദുത്വമിനൽ പിന്നെ ആലത്തീനി. മറ്റൊന്നെന്താണ്? സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികാവയവങ്ങൾ പിന്നെ ജീവനില്ല. വൈനമാലഹു സഖബൻ, മൂത്രവും കാഷ്ടൊക്കെ പറയാൻ ഒരു ദ്വാരം മാത്രമേ ഉള്ളൂ, ഒന്നിനോട് സാമ്യമായി ഒന്നും ഇല്ലതാണ്. അങ്ങനത്തെ പിന്നെ ഇതാണ് മുഷ്കിൽ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത്? ദഹബ ജംഹൂറുൽ ഫുഖഹായി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും ഇല്ല അന്നൽ ഹുൻസ, ഈ ഹുൻസ എന്ന് പറയുന്നത് ഖബലുൽ ബുലൂഗി, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഹുൻസ ഇൻ ബാലമിന ദക്രി, പിന്നെ പുരുഷൻ്റെ ലൈംഗികാവയവമാണല്ലോ ദക്കർ എന്ന് പറഞ്ഞത്, അതിലൂടെയാണ് മൂത്രിക്കുന്നതെങ്കിൽ ഫഗുലാമൻ, അതിനെ ആൺകുട്ടിയായിട്ട് കണക്കാക്കണം. കാരണം എന്താ? പ്രായപൂർത്യത്തിന് മുമ്പാണല്ലോ. പൈൻ ബാലമിനൽ ഫർജി, പിന്നെ സ്ത്രീ ലൈംഗികാവയവത്തിലൂടെയാണ് മൂക്കുന്നതെങ്കിൽ ഫൗൻസ, അതിന് സ്ത്രീയായിട്ട് പിന്നെ പെൺകുട്ടിയായിട്ട് കണക്കാക്കണം. അപ്പോൾ അമ്മ ബഅദൽ ബുലൂഗി, എന്നാൽ പ്രായപൂർത്തി എത്തതിന് ശേഷം ഫയത്തബയ്യനു അംറുഹു, അവൻ്റെ കാര്യം വ്യക്തമാകുന്നത് ബി അഹദിൽ അസ്ബാബിലാത്തിയ, താഴെ പറയുന്ന കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ, ഇൻ ഖറജത്തിൽ ലഹിയത്തുഹു, അവന് താടി വന്നിട്ടുണ്ടെങ്കിൽ അത് പുരുഷനായി കണക്കാക്കണമെന്നാണ്. ഈ ജാസിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ താടി ഉള്ളതായിട്ട് പല വീഡിയോകളിലും മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ പ്രായപൂർത്തി എത്തിയതിന് ശേഷം തന്നെയാണല്ലോ താടി വരുന്നത്. അപ്പം അതിന് ശേഷം വരുന്ന പിന്നെ ഒരു അടയാളം തന്നെയാണത്. അപ്പോൾ അവനെ പുരുഷനായിട്ട് കണക്കാക്കണം എന്നുള്ളത് എങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ജാസിയെ പുരുഷനായിട്ട് കണക്കാക്കാനേ പറ്റുള്ളൂ. ഔ അമ്നാബി ദക്കരി, അല്ലെങ്കിൽ പിന്നെ ആ പിന്നെ പുരുഷ ലൈംഗികാവയത്തിൽ പിന്നെ എന്താ ഉണ്ട്, പിന്നെ മനി ശുക്ലം പുറപ്പെടുന്നുള്ളത് കൊണ്ട് അവൻ പുരുഷനായി കണക്കാക്കാം. ഔ അഹ്ബൽ ഇംറാഅത്തൻ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കാൻ അവന് ശേഷിയുണ്ടെങ്കിൽ, ഗർഭത പിന്നെ ധരിപ്പിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അപ്പോഴും അവനെ പുരുഷനായി കണക്കാക്കാം. ഔ വസലൈലിഹ, ഫർ സ്ത്രീയിലേക്ക് ചെല്ലുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഫർ റജുലൻ, അവൻ റജുൽ പുരുഷനാണെന്ന് മനസ്സിലാക്കേണ്ടത്. വകദാലിക ളുഹൂർ ഷജാഅത്തിൽ വൽ ഫുറൂസിയതി, അപ്പോൾ മുസാബറത്തുൽ അദുബി, അതുപോലെ ധീരത പ്രകടമാകുന്നുണ്ട് അവനിൽ, അത് പുരുഷൻ്റെ ഒരു സ്വഭാവമാണ്, പുരുഷനായിട്ട് മനസ്സിലാക്കണം. ഇതൊന്നും പ്രകടമാകുന്നില്ലെങ്കിൽ ധീരത നോക്കണം. അപ്പോൾ മുസാബറത്തുൽ അദുബി, ശത്രുവിനോടുള്ള സഹനശക്തി, അത് പുരുഷനാണ് കൂടുതൽ ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രമൊക്കെ. അതിലും അവൻ പുരുഷനാണെന്ന് മനസ്സിലാക്കാം. ദലീലൻ അല റുജൂലിയത്തി, അവൻ പുരുഷനാണ് എന്നതിൻ്റെ തെളിവാണ്. കമാ ദക്റഹു സുയൂത്തി, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ടുണ്ട്. നഖലൻ അനിൽ ഇസ്നബി ഇമാമിനെ കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വയൻ ലഹറ ലഹു സദിയൻ, ഇനി ഈ വ്യക്തിക്ക്, ഏത് വ്യക്തിക്ക്? നമ്മളീ പറഞ്ഞ പിന്നെ ഈ ഹുൻസക്ക് പിന്നെ സദിയൻ, സ്ഥനമുണ്ടായി, വനസല മിൻഹു ലബനൻ, ആ സ്ഥലത്തിലൂടെ പിന്നെ അമ്മിഞ്ഞ വരുന്നുണ്ട്. ഔ ഹാള, അല്ലെങ്കിൽ പിന്നെ മെൻസസ് ഉണ്ടായി, പീരിയഡ്സ് ഉണ്ടായി. ഔ അംകന വതോഹു, ആ പിന്നെ ഹുൻസയെ വത്ത് ചെയ്യാൻ
അവനും ആ ഹുൻസയുമായി സംയോഗത്തിൽ ഏർപ്പെടാൻ കഴിയുന്നുമുണ്ട്. ഫംറയത്തുൻ, എന്നാൽ ഇതിനെ സ്ത്രീ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അമ്മൽ വിലാദത്തു, അപ്പോൾ പ്രസവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഫയ്യ തുഫീദുൽ ഖത്യാബി ഉനുസത്തിഹി, ഈ ഹുൻസ പ്രസവിക്കാനും കൂടി അതിന് ശേഷിയുണ്ടെന്നുണ്ടെങ്കിൽ അത് പെണ്ണാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അമ്മൽ മൈലു, ഇനി ചായ, പുരുഷനോടും സ്ത്രീയോടും ചായ്വ് ഉണ്ടാകുന്നുള്ളത് ഫൈൻഹോ, കാരണം ഇവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം മുഷ്കിലായ ഹുൻസയാണെങ്കിൽ, അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും അടയാളങ്ങൾ രണ്ടും ഇല്ലായ്മയിലും സമമാണ്, അല്ലെങ്കിൽ പിന്നെ സ്ത്രീയുടെ അടയാളമുണ്ട്, പുരുഷന്റെ അടയാളമുണ്ട്, പക്ഷേ അത് രണ്ടും സമമാണ്. ഒരിക്കലും എന്തുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പം പിന്നെ സ്ത്രീയോടാണ് ആകർഷിക്കുന്നതെങ്കിൽ അവനെ പുരുഷനായിട്ട് കണക്കാക്കണം, പുരുഷനോടാണ് ആകർഷണമുള്ളതെങ്കിൽ പിന്നെ സ്ത്രീയായിട്ട് കണക്കാക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കണ്ടോ, ഫൈൻഹോ ഇസ്തദല്ലു ബിഹി, ഇതുകൊണ്ട് തെളിവെടുക്കും അവന്റെ ചായ്വ് ഏതിലേക്കാണ്, ഏത് ജെൻഡറിനോടാണ്, ഏത് സെക്സിനോടാണ് ചായ്വ് വരുന്നത്. കണ്ടോ, എന്തൽ അജ്സാനിൽ ഇമാറാത്ത് സാബിഖത്തി, മുമ്പ് പറഞ്ഞ അടയാളങ്ങൾ ഒന്നും അശക്തമാണ്, മുമ്പ് പറഞ്ഞ അടയാളങ്ങളൊന്നും ലഭ്യമല്ല എങ്കിൽ എന്താണ്, ആരിലേക്കാണ് ചായ്വുള്ളത് എന്ന് നോക്കണം എന്നാ. ഫൈൻമാല ഇല റിജാലി, പുരുഷന്മാരിലേക്കാണ് ആ ഹുൻസ, ആ നപുംസകം ചായ്വുള്ളതെങ്കിൽ ഫംറത്തുൻ, സ്ത്രീയായിട്ട് കണക്കാക്കണം. വൈൻ, കാരണം സ്ത്രീയാണല്ലോ പുരുഷനിലേക്ക് ചായ സാധാരണഗതിയിൽ. വൈനുമാല ഇല നിസാ, സ്ത്രീയിലേക്കാണ് ആ ഹുൻസക്ക് നപുംസകത്തിന് ചായവെങ്കിൽ ഫറജുലൻ, പുരുഷനായി കണക്കാക്കണം. വൈൻ കാല, ഇനി ആ ഹുൻസ പറയുകയാണ് അമീനു ഇലഹിമ, സ്ത്രീയിലേക്കും പുരുഷനിലേക്കും ഞാൻ ചായുന്നുണ്ട്, മൈലൻ വാഹിദൻ, ഓരോ വട്ടം പുരുഷനിലേക്കും എനിക്ക് ചായ്വ് വരുന്നുണ്ട്, സ്ത്രീയിലേക്കും എനിക്ക് ചായ്വ് വരുന്നുണ്ട്. ബൈസെക്ഷൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഔല അമീലു ഇല വാഹിദ് മിൻഹു, അല്ലെങ്കിൽ രണ്ടിലേക്കും എനിക്കൊരു അടുപ്പം വരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ മുഷ്കിലിൻ, ഇവിടെയും മുഷ്കിലായിട്ടാണ് കൂട്ടുക. ഹുൻസ മുഷ്കിൽ അഥവാ ക്വസ്റ്റ്യനിങ് ക്ലിയറായിട്ടാണ് കൂട്ടേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിച്ചിട്ടുള്ളത്. ഇൻകാന മുഷ്കിൽ, ഇനി ആ ഹുൻസ മുഷ്കിലാണെങ്കിൽ അവനെ വിവാഹം കഴിക്കാൻ പറ്റൂല എന്നാണ്. ഇവിടെ ജാസിയും പിന്നെ അതുപോലെ തന്നെ ആശയും എന്താണ്, അവർ ദമ്പതികളായിട്ട് ജീവിച്ചാണല്ലോ, വിവാഹം കഴിച്ച പോലെ ജീവിച്ചല്ലേ. അപ്പം ഇവന് എന്താണ്, ഈ പറഞ്ഞ രീതിയിൽ ഇവൻ മുഷ്കിലെങ്കിലും ആവണം. കാരണം നമുക്ക് മുഷ്കിലാണ്, അത് ആരാണ് അവനാണ് പറയേണ്ടത്, ജാസിയാണ് പറയേണ്ടത്, താൻ ആരാണെന്ന് അവനാണ് പറയേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ മുഷ്കിലാണെങ്കിൽ പോലും ഇവൻ ശരിക്കും ഹുൻസന്നല്ല നമ്മളെ കണക്കൂട്ടില്ല, ഇവൻ ശരിക്കും അഭിനയിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇവൻ മുഹന്നസാണെന്നാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. കാരണം സ്ത്രീ വേഷം കെട്ടുന്ന പുരുഷനാണ്, അഭിനയിക്കുകയാണ്. ഇനി നമ്മൾ വാദത്തിന് വേണ്ടിയിട്ട് ഇവൻ ഹുൻസ മുഷ്കിലാണെന്ന് സമ്മതിച്ചാൽ പോലും ഹുൻസ മുഷ്കിലിനെ വിവാഹം ചെയ്യാൻ പറ്റൂല, പിന്നെ എന്നാണ് പറയുന്നത്. അപ്പോഴും ഇവിടെ കുടുങ്ങുകയാണ്, അപ്പോഴും ജാസിക്കെതിരായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം അവന് ഇങ്ങനെ ഒരു കല്യാണമായിട്ട് ആശയമായിട്ട് ഒരു ദമ്പതികളായിട്ട് മുന്നോട്ട് പോകാൻ ഇസ്ലാമിൽ യാതൊരു വകുപ്പും ഇല്ല എന്നുള്ളതാണ്. കണ്ട വസ്തബ് എന്താ കാരണം, അന്നഹു മുഹത്തമിലിന് സാധ്യതയുണ്ടല്ലോ, അയ്യക്കൂന ദക്രൻ, ഇവൻ പിന്നെ ഹുൻസ മുഷ്കിലാണല്ലോ, ഇപ്പം പുരുഷനാവാൻ സാധ്യത ഉണ്ടല്ലോ. ഫൈഫയത്തുസബജുദക്രൻ, പുരുഷനെ എങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ നടക്കൂലല്ലോ. വൈഹത്തുമിൽ അയ്യക്കൂന ഉൻസ, ഇവൻ പെണ്ണാവാൻ സാധ്യത ഉണ്ട്, കാരണം മുഷ്കിലാണല്ലോ. ഫൈഫയത്തുസബജു ഉൻസ മിസ്ലഹു, അപ്പോൾ ഒരു പെണ്ണെങ്ങനെയാണ് ആ പെണ്ണിനെ പോലെയുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അത് നടക്കൂലല്ലോ. അപ്പോൾ ഈ കല്യാണം എന്നുള്ളത് ഇവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. വൈൻകാന ഖദ്തബയ്യന മിൻ ഹാലിഹി, ഇവന്റെ അവസ്ഥയിൽ നിന്ന് വെളിവാകുന്നുണ്ടെങ്കിൽ അന്നഹു ദക്റുൻ, ഇവൻ പുരുഷനാണെന്ന് വെളിവായാൽ ജാസിയെ പോലെ, കാരണം ഇവൻ പുരുഷൻ തന്നെയാണ്. കാരണം ഇവന്റെ മുമ്പുള്ള വീഡിയോ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇവന് ഒരു ഓപ്പറേഷൻ സർജറി അതിന് മറ്റും നടന്നിട്ടില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ഇവനെന്തായിട്ടില്ല, സ്ത്രീ ആയിട്ടില്ലല്ലോ. പൂർണ്ണമായി സ്ത്രീ ആകുമ്പോൾ സ്ത്രീയുടെ വിധി വരാൻ പറ്റുള്ളൂ, അവനെ കല്യാണം കഴിച്ചാൻ പറ്റുള്ളൂ. ആഷിക്ക് ഇവനെ കല്യാണം കഴിച്ചണമെന്നുണ്ടെങ്കിൽ ജാസി പൂർണ്ണമായി സ്ത്രീയാവും. അങ്ങനെയാണ്. ഒരാൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൂർണ്ണമായി പുരുഷനായാൽ മാത്രമേ പുരുഷന്റെ വിധികൾ അയാൾക്ക് വരുള്ളൂ, പൂർണ്ണമായി സ്ത്രീ ആയാൽ മാത്രമേ സ്ത്രീയുടെ വിധി വരുള്ളൂ. ഇവിടെ ഇപ്പോൾ ജാസി സ്ത്രീ ആയിട്ട് നിൽക്കുകയാണല്ലോ, ഓൻ പൂർണ്ണമായി എല്ലാം കൊണ്ടും ലൈംഗികാരങ്ങളെ കൊണ്ടും എല്ലാ കാര്യങ്ങളെ കൊണ്ടും പൂർണ്ണമായി അവൻ സ്ത്രീ ആയാൽ മാത്രമേ ആശയും ഇവന് ദമ്പതികളായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ, ആശയ്ക്ക് ഇവനെ കല്യാണം കഴിച്ചാൽ പറ്റുള്ളൂ. ഈ അവസ്ഥയിൽ ഇത് കല്യാണം കഴിച്ചാൽ പറ്റൂല, ഇത് സിനയാണ്, വ്യഭിചാരമാണ്, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ബാബന് അമ്പി അവലാക്കൾക്ക് ഒന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് എന്ന് ഇവരറിയണം, ഇവരെ പോലെ ജീവിക്കുന്നവരറിയണം. കണ്ടോ, ഫസിവാജിബിഹി സ്വഹീവൻ. അപ്പം ഇവന് പിന്നെ പുരുഷനാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാം, സ്ത്രീയെ കല്യാണം കഴിക്കാം. അങ്ങനെയാണ്. ഈ പുരുഷനെ വേറെ പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റുന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ പൂർണ്ണമായും മാറിയാൽ മാത്രമേ പുരുഷനായിട്ട് പൂർണ്ണമായും മാറണം. ഇപ്പോഴത്തെ പിന്നെ സയൻസിൻ്റെ മെഡിക്കൽ സയൻസ് അനുസരിച്ച് പൂർണ്ണമായി അങ്ങനെ മാറ്റാൻ കഴിയില്ലെന്ന്. പൂർണ്ണമായി സ്ത്രീയാക്കാനോ പൂർണ്ണമായി ഒരു പുരുഷനെ പൂർണ്ണമായി സ്ത്രീയാക്കി മാറ്റാനോ ഒരു സ്ത്രീയെ പൂർണ്ണമായി പുരുഷനാക്കി മാറ്റാനോ കഴിയില്ല എന്നുള്ളതാണ്. 100% അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ ആ ഹുക്കും അവിടെ വരുള്ളൂ.
ഒരു സ്ത്രീയുടെ ഹുക്കുമുകൾ, അഥവാ സ്ത്രീയെ കല്യാണം കഴിക്കാം, പുരുഷൻ്റെ ഹുക്കുമ് പുരുഷനായിട്ട് വരനായിട്ട് ജീവിക്കാം, ഭർത്താവായി ജീവിക്കാം എന്നുള്ള വിധി പറഞ്ഞെങ്കിൽ പൂർണ്ണമായിട്ട് അങ്ങനെ മാറണം. ഇവിടെ ജാസി ഒരിക്കലും പൂർണ്ണമായി പെണ്ണായി മാറിയിട്ടില്ല. അതുകൊണ്ട് ആശിക്കുന്നല്ല വേറെ ഏത് പുരുഷനും ഇവനെ കല്യാണം കഴിക്കാൻ പറ്റൂല. ഇസ്ലാമിക നിയമപ്രകാരം കല്യാണം കഴിക്കാൻ പറ്റൂല. അത് തെറ്റാണ്, ഹറാമാണ്, അള്ളാഹു അവൻ്റെ റസൂലും പൊരുത്തപ്പെടാത്തതാണ്. 100% അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവൻ ട്രാൻസ്ജെൻഡറും അല്ല എന്നുള്ളതാണ്. കാരണം അവർ ഒരു ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കണം മെഡിക്കൽ ഡോക്ടേഴ്സിൽ നിന്നൊക്കെ. ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊരു കാർഡ് കിട്ടും. ഇപ്പം നമ്മളെ കേരളത്തിൽ മൊത്തത്തിൽ കേരളത്തിലാന്ന് തോന്നുന്നുണ്ട് 400 ചില്ലാനും ആളുകൾക്കാണ് തോന്നുന്നുണ്ട് പറയപ്പെടുന്നു. അങ്ങനത്തെ ആ കാർഡ് കിട്ടിയിട്ടുള്ളത് ആ ആളുകൾ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളത് അവർക്ക് സാക്ഷ്യപ്പെടുത്തും. അതിനുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. എന്നാൽ ഇവർ അങ്ങനെ ഒരു സംഭവം നടത്തിയിട്ടില്ല, ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള ഒരിക്കലും ഇവർക്ക് അങ്ങനെ ഒരു വിധി അല്ലെങ്കിൽ അങ്ങനെ കാർഡ് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ട്രാൻസ്ജെൻഡേഷൻ്റെ വിധി എന്താണെന്ന് കൂട്ടത്തിൽ നമ്മൾ പറയണമല്ലോ. അവർ ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തണമല്ലോ. കാരണം അവർ അവർ രൂപമാറ്റം വരികയാണ്. ആൾട്രേഷൻ നടത്തേണ്ടൊക്കെ മാറ്റി രൂപമാറ്റം നടത്തണമല്ലോ. കാരണം അവരുടെ ലൈംഗികാവയങ്ങളൊക്കെ ഛേദിച്ച് മുറിച്ച് സർജറി നടത്തി ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് അവർ മാറണം. കാരണം അവരുടെ മനസ്സിൽ മാത്രമാണ്. അപ്പോൾ അവർ ആണായി പറഞ്ഞ ആളാണ്, ആണായി വളർന്ന ആളാണ്. പിന്നെ പെണ്ണാന്ന് തോന്നിയിട്ടാൽ ഈ പെണ്ണാവണമെന്ന് കരുതിയിട്ട് പെണ്ണായി മാറുകയാണ്. അപ്പോൾ അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതിന് സർജറി ചെയ്യുന്നതൊന്നും ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ആ രൂപമാറ്റം അല്ലെങ്കിൽ പെണ്ണായി ജനിച്ചു, പെണ്ണായി വളർന്നു, എന്നിട്ട് പിന്നെ ആണായി തീരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ വേറെ പട്ടിയോ നായക്കായും മാറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സർജറി ചെയ്തിട്ട് അങ്ങനെ ഹോർമോണൊക്കെ കുത്തിവെച്ചിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ്. ട്രാൻസ്ജെൻഡർ എന്നാണ് പറയണേ. ആ ജെൻഡർ ട്രാൻസായിട്ട് വന്നതാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുന്നത് ഇസ്ലാം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു രൂപമാറ്റം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് ഹറാമാണ്, തെറ്റാണ്, അള്ളാഹുവിൽ നിന്ന് കുറ്റം കിട്ടുന്ന, അള്ളാഹു ശിക്ഷിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണിത്. അതിനനുസരിച്ച് അവർ പിന്നെ നടക്കുമല്ലോ. ഒരാണ് ചിലപ്പോൾ പെണ്ണായിട്ട് നടക്കും, പെണ്ണ് ചിലപ്പോൾ ആണായിട്ട് നടക്കും. അഥവാ ആണ് ഈ ട്രാൻസ്ജെൻഡർ ആയിട്ട് പെണ്ണായിട്ട് മാറിയിട്ട് എന്ത് ചെയ്യും, പിന്നെ ഒരു ആണിൻ്റെ ഒപ്പമാണ് നടക്കുക, ആണിൻ്റെ ഒപ്പം ദാമ്പത്യം നടത്തുകയാണ്. ഏത് ഈ ജാസിയൊക്കെ പോലെ. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? അള്ളാഹ് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യുന്നത്. ആണും അങ്ങനെ ജീവിക്കുമ്പോൾ ഗേ സെക്സ് അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ലൂത്ത് നബി ഇസ്ലാമിൻ്റെ സമുദായം ചെയ്ത കാര്യമല്ലേ, അത് തെറ്റായ കാര്യമല്ലേ, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ നിലക്കും അവർ കുറ്റം കിട്ടുന്നുള്ളതാണ്. പിന്നെ ഇവന് പറയാനുള്ളൊരു കാര്യം, ഇതിൽ ജാസിയെ മാത്രം പറഞ്ഞാൽ പോലെ ഇവൻ്റെ കൂടെ ജീവിക്കുന്ന ഈ ആഷി എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലോ, ഇവനും കൂടി ഇതിന് ഉത്തരവാദിത്തം. ചില ആളുകൾ പറയേണ്ടത് ഓൻ കുടുങ്ങിയതാണ്, പെട്ടതാണ്. എങ്ങനെയാണ് പെടുക? ഇവന് ചെറിയ കുറ്റമൊന്നല്ലല്ലോ. ഇവൻ പ്രായപൂർത്തിയെത്തിയ തണ്ടും തടിയിലെ ഒരാളല്ലേ. ഓൻ അവിടെ അങ്ങനെ കറണ്ട് പിടിച്ച മാറി ഒട്ടിച്ചൊക്കെ അങ്ങനെയൊന്നുമല്ലല്ലോ. ഇവന് എങ്ങനെയാണ് ഇവൻ കുടുങ്ങുന്നത്? ഇവനാരെങ്കിലും ഭീഷണിപ്പെടുത്തി തോക്കിച്ചുകൊണ്ട് ഇതാക്കിയത്? അവനാണെന്ന് പോയാൽ പോരെ? അവന് ഇവൻ്റെ അടുക്കളയിൽ നിന്ന് അവന് രക്ഷപ്പെട്ടുകൂടെ? ഇവൻ ഏതെങ്കിലും അധോലോകം ഒരു അണ്ടർവേർഡ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ലല്ലോ. അവൻ അവിടുന്ന് കുടുംബത്തിലോ അല്ലെങ്കിൽ വേറെ ഒരിക്കലും പോയി രക്ഷപ്പെട്ടു. ആത്മാർത്ഥമായിട്ടാണ് അവന് രക്ഷപ്പെടാനൊക്കെ ആഗ്രഹം, അവന് രക്ഷപ്പെടാലോ. എന്തുകൊണ്ട് അവൻ രക്ഷപ്പെടുന്നില്ല? അപ്പം അവൻ കുടുങ്ങിയതൊന്നല്ല. ഒരിക്കലും അവനെ വെള്ളപൂഷണ്ട, അവൻ ആരും വയറ്റുവാശ ചെയ്യണ്ട. ആശയം ഇതിൽ ഉത്തരവാദിയാണ്. എന്നു മാത്രമല്ല ഏറ്റവും കൂടുതൽ ഉത്തരവാദിയോടെ ആശയം തന്നെയാണ്. അവൻ്റെ രക്ഷപ്പെടാമല്ലോ. എന്തുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോകുന്നില്ല? എന്താ അവൻ ചെറിയ കുട്ടിയാണല്ലോ. അല്ലെങ്കിൽ അവന് എന്താ വേറെ ആരെങ്കിലും തീവ്രവാദികൾ തടഞ്ഞ വെച്ചമാരുണ്ടല്ലേ നിങ്ങൾ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അവൻ കുടുങ്ങിയതാണ്. അങ്ങനെ കുടുങ്ങുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അവനും കൂടി കൂട്ടു നിന്നിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. എന്ത് ലക്ഷ്യം കണ്ടിട്ടാന്ന് നമുക്കറിയുന്നില്ല. ആണും പെണ്ണും കട്ടവൻ ഇവനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ജാസി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജാസിയുടെ കാര്യം തന്നെ പോട്ടെ, അതിനേക്കാൾ ആണും പെണ്ണും കെട്ട സ്വഭാവം ഇവനല്ലേ കാണിക്കുന്നത്, ഈ മോയന്ത്. പിന്നെ മാത്രമല്ല ഉമ്മയുടെ ഗുരുത്തക്കേടാണ് ഈ ജാസി ഉണ്ടാക്കുന്നത്, ഈ ആശി ഉണ്ടാക്കുന്നത്. കാരണം അവൻ്റെ ഉമ്മ അവന് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നേർച്ചും വഴിപാടുമായിട്ട് മുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞത് അനുസരിക്കാതെയല്ലേ ഈ ജാസിയുടെ കൂടെ ആശി നിൽക്കുന്നത്. അപ്പോൾ ഉമ്മയുടെ ഗുരുത്തക്കേടല്ല ഇവൻ വാങ്ങുന്നത്. ഉമ്മയുടെ ഗുരുത്തം ഇല്ലെങ്കിൽ രണ്ട് ലോകം നമുക്ക് നഷ്ടപ്പെടൂലേ. മാത്രമല്ല ഈ ആശിയുടെ ഉമ്മയെ ജാസി പുളിച്ച തെറി പറയുന്നുണ്ട്. അതിനും ഉത്തരവാദി ആരാണ്? ഈ ആശിയാണ്. എടോ നിന്റെ കാരണം കൊണ്ടല്ലേ നിന്റെ സ്വന്തം പെറ്റ ഉമ്മ ഈ ജാസിയുടെ വായിൽ കിടക്കുന്ന തെറി മുഴുവൻ കേൾക്കുന്നത്. അതിനും നീ സമാധാനം പറയേണ്ടി വരില്ലേ പടച്ചവനോട്? നിന്റെ സ്വന്തം ഭാവിയല്ലേ നീ തുലക്കുന്നത്? നിനക്കും വേണ്ടേ ഒരു കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ഒരു തലമുറ ഉണ്ടാക്കണ്ടേ? ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇത് എന്തൊരു തലമുറ ഉണ്ടാകുക? ഒരു വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? വെറും ഒരു ലൈംഗിക സുഖം മാത്രമല്ലല്ലോ, ഒരു തലമുറ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇതിലൂടെ സാധ്യമല്ലല്ലോ. എന്ത് വങ്കത്വം, എന്ത് വിഡ്ഢിത്തമാണ്, എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്, നിങ്ങളെ കാണിക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. നിങ്ങളെ ഭാവി കൊണ്ടല്ലേ നിങ്ങൾ ഈ അമ്മാനമാടുന്നത്. ഏതുവരെ പോകും ഇത്?
കുറേ അന്ധകമ്മികളായ ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ആണും പെണ്ണും കെട്ടും ജീവിക്കലാണോ? ഇനി നിനക്ക് ഒരു കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ ഏതൊരു പെൺകുട്ടിയാണ് നിന്നെ വരനാ സ്വീകരിക്കാൻ വരുന്നത്? ഒരു അന്തസ്സുള്ള തറവാട്ടിൽപ്പെട്ട ഒരു മാന്യതയുള്ള പെൺകുട്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജാസിയുടേതായി ഒരു ക്ലിപ്പ് കേട്ട് ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് ഇവർ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഏതാണ് ആ ഉസ്താദ്? ആ ഉസ്താദ് പറഞ്ഞു കൊടുക്കണ്ട എങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നുള്ളത്. ഇങ്ങനെ ജീവിക്കുന്നത് ഇസ്ലാം വിലക്കിയതാണ്, ശരീഅത്തിന് വിരുദ്ധമാണ് ജീവിതം എന്നല്ല അയാൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി ഈ തെറ്റായ കാര്യത്തിന് കൂട്ടു നിൽക്കാൻ പാടുണ്ടോ? അതെന്ത് മന്ത്രമാണ്? അങ്ങനത്തെ മന്ത്രം ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ മന്ത്രമൊക്കെ പഠിച്ചത് തന്നെയാണ്. പക്ഷേ നമ്മളൊക്കെ ഉസ്താദന്മാരെന്താ പറഞ്ഞിട്ടുള്ളത്? തെറ്റായ കാര്യത്തിന് ഒരിക്കലും, തെറ്റായ കാര്യത്തിന്, അള്ളാഹുവിനും അവൻ്റെ റസൂലിന് പുറത്തല്ലാത്തൊരു കാര്യത്തിന് ഇത് ചെയ്തു കൊടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ കുത്തഴിഞ്ഞ ഈ ലൈംഗിക ജീവിതത്തിന് വേണ്ടിയിട്ടാണോ, അത് നീണാൾ വാഴാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തു കൊടുക്കുന്നത്? ഏത് ഉസ്താദാണത്? അയാൾ ഉസ്താദ് എന്ന് പറയാൻ പറ്റുമോ? ഇതൊന്നും ഇസ്ലാമിൻ്റെ തല കെട്ടി വെക്കാൻ പറ്റില്ല. നിഷ്പക്ഷമതികളായ ആളുകൾ പറയാം, ആ മുസ്ലിം സുഹൃത്തുക്കളോട് തെറ്റിദ്ധരിച്ചു അവരോടും പറയാം, ഇതൊന്നും യഥാർത്ഥത്തിൽ ഉസ്താദ് ചെയ്യുന്ന പണിയല്ല. പിന്നെ ജാസിയോടും ആഷിയോടും പറയാനുള്ളത്, മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കുകയും മുസ്ലിമായി പിറക്കുകയും അങ്ങനെ വളരുകയും ചെയ്തിട്ട് അന്യമതങ്ങളുടെ ആചാരങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതും വലിയ തെറ്റാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നാണ് ഹദീസിലുള്ളത്. മറ്റൊരു മതത്തിൻ്റെ ആചാരവുമായി ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവനെ അവരിലായിട്ടാണ് ഗണിക്കപ്പെടുക എന്നുള്ളതാണ്. അന്യമതസ്ഥരുടെ എത്ര ആരാധനാലയങ്ങളിലും ദേവാലയങ്ങളിലും പോയിട്ടാണ് അവിടെ ജാസി നീ ഈ പെൺവേഷം കെട്ടിയിട്ട് അവർ ചെയ്യുന്ന ആചാരങ്ങളൊക്കെ നീ ചെയ്യുന്നത്? അത് ചെയ്യാൻ പാടുണ്ടോ? നീ വലിയ വഴന്ന് പറയുന്നുണ്ടല്ലോ, ന്യൂസ് തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, എങ്ങനെ പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് നീ വലിയ ഉപദേശം പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ടിട്ട് വരും. എന്തൊരു ഉപദേശം അറിയോ? ഒരു ഉസ്താദ്മാരോട് പറയാത്ത അവരെ പോലെ കറച്ചെക്കുന്ന വഴലുമായിട്ട് ഉപദേശവുമായിട്ടാണ് ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി വരുന്നത്. നീ ഈ അന്യമതസ്ഥരുടെ ദേവാലയങ്ങളിൽ ചെന്നിട്ട് ഇസ്ലാമിന് നിരക്കാത്ത അനിസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഇസ്ലാമിന് പുറത്തുപോണ കാര്യമല്ലേ? അതിന് കൂട്ടു നിൽക്കുന്ന ആശി നീയും അതിന് ഉത്തരവാദിയല്ലേ? നീയും നിന്റെ ഈമാനും ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? നിന്റെ ഈമാനും പോകുന്ന പണിയല്ലേ നീ എടുക്കുന്നത്? അവൻ ഏതായാലും അന്തല്ല, നിന്റെ ഈമാനും കൂടി നഷ്ടപ്പെടുത്തല്ലേ? മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്ക് അന്യമതസ്ഥരുടെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? അത് അവരെയും പ്രകോപിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കൂടിയാണ് ഇസ്ലാം അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം. നമ്മൾ മറ്റുള്ള മതസ്ഥരുടെ ദേവാലയങ്ങൾ കയറുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് അവിടെ അശുദ്ധിയായിരിക്കും, അവർക്ക് ശുദ്ധികലശം നടത്തേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അവിടെ മതസ്പർദ്ധയും തീവ്രവാദം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇസ്ലാം അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞത്. അത് അനിസ്ലാമികമായ പരിപാടിയാണ്, നമ്മളെ കൽബിൽ നിന്ന് ഈമാൻ പോകുന്ന പരിപാടിയാണ്. അത് ചെയ്യാൻ പാടുണ്ടോ? അതൊക്കെ നിനക്ക് അന്തണ്ടോ? നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നീ ചെയ്യോ? നിനക്ക് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ആളുകളിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി, ആളാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഈമാൻ പോണ വേണ്ടിക്കാൻ പാടുണ്ടോ? രണ്ടുപേരും ഇതിന് ഉത്തരവാദികളാണ്. ഞാൻ നിർത്തുകയാണ്. പിന്നെ ജാസിയുടെ വീട്ടുകാരും ഇതിന് ഉത്തരവാദികൾ. ഇവരെ രണ്ടാളും മകളും മരോനും ആയിങ്ങാണ്ട് മരുമകൻ സൽക്കാരം ഉണ്ടാക്കണ ഈ ജാസിയുടെ ഉമ്മ ഉണ്ടല്ലോ, അവരാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നിങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഉത്തരവാദി. പടച്ചവനോട് നിങ്ങളും സമാധാനം പറയേണ്ടി വരും, സമൂഹത്തോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രണ്ടായി പിരിച്ചിട്ട് രണ്ട് ജീവിതം അവർക്ക് കൊടുക്കുന്നതിന് പകരം ഈ ജാസി എന്ന ചങ്ങായി ആദ്യം കല്യാണം കഴിച്ചിട്ട് അത് ഒഴിവാക്കിയിട്ട് പെൺകുട്ടിയുടെ ജീവിതം വഴിയാധാരമാക്കിയിട്ടാണ് ഇവൻ ഈ പൊട്ടത്തരത്തിന് ഇതിന് നടക്കുന്നത്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് തിരുത്തിയിട്ട് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് പകരം അവരെ നിങ്ങൾ പൂമാലയിട്ട് സ്വീകരിച്ചിട്ട് നല്ല ചോറും പഴം പുട്ടും കൊടുത്താണ്ട് സൽക്കരിക്കാൻ വേണ്ടി ഈ ആശിനെയൊക്കെ എന്ത് ഇസ്ലാമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? എവിടുന്നാണ് നിങ്ങൾ ഇസ്ലാം പഠിച്ചത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ചെയ്യുന്നത് പുരുഷനും സ്ത്രീയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇവൻ പുരുഷനാണ്, ജാസി പുരുഷനാണെന്നുള്ളത് ഏകദേശം നമുക്കൊക്കെ ഉറപ്പായ കാര്യമാണ്. 99% നമുക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണത്. ഉറപ്പൊന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തമ്മിൽ ചെയ്യുന്ന ദാമ്പത്യങ്ങൾ ഒരു സ്ത്രീയോട് ചെയ്യുന്നത് പോലെയാണ് എന്നോട് അവൻ ലൈംഗികത ചെയ്യുന്നതൊക്കെ നീ പറയുന്നുണ്ടല്ലോ. ആരാണ് ഈ പറഞ്ഞ് വിഡ്ഢികളാക്കുന്നത്? നിന്നെപ്പോലെ എല്ലാവരും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത വിഡ്ഢികളാണെന്ന് വിചാരിച്ചോ? നീ ചിന്തിച്ചോ? നീ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടില്ലല്ലോ, ഒരു സർജറി ചെയ്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ നിൻ്റെ ബോഡിയിൽ വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നീ അതിന് സർട്ടിഫിക്കറ്റ് കാണിക്കും. പിന്നെന്താണ് നീ അന്തം വിട്ട വർത്തമാനങ്ങൾ പറയുന്നത്?
ഈ ആളുകളെ കുറിച്ചാണ് നേരത്തെ ശപിച്ചിട്ടുണ്ട് എന്ന് നബിസല്ലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ ആളുകളിലേക്ക് ആണ് അള്ളാഹു അവൻ്റെ കഠിനമായ ശിക്ഷ ഇറക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്ക്. നീ വലിയ മൂല്യനാണല്ലോ, നീ വലിയ പണ്ഡിതനായിട്ട് നീ വഅദ് പറയണ്ടല്ലോ, അതൊന്ന് നോക്ക്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് അല്ലേ മലക്കുകൾ വന്നു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത എന്തായിരുന്നു? അവർ സ്ത്രീകളെ ഒഴിവാക്കി സ്ത്രീകളുമായി സംയോഗം ചെയ്യുന്നതിന് പകരം പുരുഷനിലേക്ക് ആകർഷിച്ച് പുരുഷനും തമ്മിൽ അവരുടെ കാമം തീർക്കുന്ന കാമവെറിയന്മാരായിരുന്നു അവർ. അവരോട് അത് തെറ്റാണ് എന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാം പലവരും പറഞ്ഞു നോക്കി. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും നാട് കടത്താൻ തുനിയുകയുമാണ് അവർ ചെയ്തത്. അങ്ങനെ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് 2 മാലാഖമാർ പുരുഷരൂപത്തിൽ വന്നു. പുരുഷരൂപത്തിൽ വന്ന മാലാഖമാരെ പോലും ഈ തോന്യാസികളായ ഈ താന്തോന്നികളായ ജനത അവരുടെ കാമവെറിക്ക് ഉപയോഗപ്പെടുത്താൻ തുനിയുകയാണ് ഉണ്ടായത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു എന്നാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ ഇതിന് കൂട്ടുന്നത് കൊണ്ട് ഭാര്യ പോലും ആ ശിക്ഷയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കഠോരമായ ഘോരശബ്ദം ഒരു അട്ടഹാസം അവരെ പിടികൂടി. ആ സ്ഥലം കീഴ്മേൽ മറിക്കപ്പെട്ടു. അതിപ്പോഴും ചെന്നാൽ അതിൻ്റെ അസർ നമുക്ക് കാണാൻ പറ്റും, ആ ശേഷിപ്പ് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഓരോരുത്തരുടെയും പേര് എഴുതി അള്ളാഹു അടയാളപ്പെടുത്തിയ ചുട്ടുപഴുത്ത തീക്കല്ലിൻ്റെ മഴ വർഷിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഒരുപാട് ശിക്ഷയുടെ വിവിധ ഇനങ്ങളാണ് അവരെ പിടികൂടിയിട്ടുള്ളത്. ആ പടച്ചവൻ ഇന്നുമുണ്ട് എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ പണി നിർത്തണം. ഇത് കാരണം ഈ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായം പരസ്യമായി ലിവാത്ത് ചെയ്യുന്നവരായിരുന്നു. അതിനൊരു മടിയും അവർക്കുണ്ടായിരുന്നില്ല. ഇവരും അങ്ങനെ തന്നെയല്ലേ? രഹസ്യമായി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കുറ്റമല്ലേ പരസ്യമായി ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇത് വിളമ്പണെങ്കിൽ എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇനി അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പെൺകുട്ടികളും കുറച്ച് പുരുഷന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് കരുതിയിട്ടാണ് ഇവർക്ക് മാഷാ അല്ലാഹയും ഇൻഷാ അല്ലാഹയും അൽഹംദുലില്ലാഹ് ഒക്കെ പറയുന്നത്? നിങ്ങൾ എന്ത് കരുതിയിട്ടാണ് ഇവൻ ഈ ചുരിദാർ ഇട്ടുകാണ്ട് ഈ സ്ത്രീയുടെ വേഷം കെട്ടിക്കാണ്ട് ഇവനിങ്ങനെ കൺമഷീന്ന് പൗഡറൊക്കെ ഇട്ട് വരുമ്പോഴത്തേന് നിങ്ങൾ അൽഹംദുലില്ലാഹ് ജാസി ഉഷാറായി അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ് എന്നൊക്കെ പറയാൻ നിങ്ങൾ എന്ത് കരുതിയിട്ടാണ്? ഒരു നന്മ ചെയ്യുന്നത് നന്മയാണ്, നന്മക്ക് കൂട്ടു നിൽക്കുന്നതും നന്മയാണ്, നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതും നന്മയാണ്. അതേസമയം തിന്മ ചെയ്യുന്നതും തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നതും നിങ്ങൾ ഈ കമൻറ്റിൽ ഇങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ ഇവർക്ക് റീച്ച് കൂടിയാണ്. മനസ്സിലായില്ലേ? ഇവർക്ക് മോട്ടിവേഷൻ വരികയാണ്, പ്രോത്സാഹനം കൂടിയാണ്. അങ്ങനെ ആ തെറ്റ് വീണ്ടും അവർ ആവർത്തിക്കുകയാണ്. അതിന് കാരണക്കാർ ഈ മാഷാ അല്ലാഹയും ഇൻഷാ അല്ലാഹയും എഴുതുന്ന നിങ്ങളാണ്. നിങ്ങളും അതിന് ഉത്തരവാദികളാണ്. നല്ലോണം നിങ്ങൾ ഓർമ്മിച്ചോളൂ. നിങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കരുതിയാൽ മതി. പക്ഷേ നിങ്ങൾ അറിവില്ലാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പറഞ്ഞതിൻ്റെ ബാധ്യത എനിക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഇത്തരക്കാരായ ആളുകളെ നിങ്ങൾ അവരുടെ വീഡിയോ കണ്ടിട്ടോ അവർക്ക് ലൈക്ക് അടിച്ചിട്ടോ കമൻ്റ് അടിച്ചിട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അവിടെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ആ തെറ്റിനെ നിങ്ങൾ കൂട്ടു നിൽക്കുകയാണ്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ആനങ്ങിയാണ്ട് ഒരു ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് നോക്കുമ്പോൾ മുസ്ലിം കുട്ടികളാണ് ഇതിൽ കൂടുതലുള്ളത്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇവർക്ക് ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് കൊടുക്കുന്നത്? അത് നല്ല ഭംഗിയുണ്ട്, ജാസിയെ കാണാൻ, ഈ സാരി എന്തൊരു ചുരുക്കം. അവരെപ്പോഴും അവരെ കണ്ണുപോലെ സാരിമക്കും ചുരിദാർമക്കും ആണോ കണ്ണ്. കുറുക്കൻ ചത്താലും കണ്ണ് പോയി കൂട്ടിക്കെന്ന് പറഞ്ഞ പോലെ. ചുരിദാറും സാരിക്കായാലും അവിടെ നിന്നും പൈസ കൊടുത്താൽ വാങ്ങിട്ടൂലേ? അതൊരു അവൻ പെണ്ണയക്കണമെന്ന് ആരാങ്ങോട് പറഞ്ഞേ? പിന്നെ എന്താ നിങ്ങൾ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് പറയാൻ നിൽക്കണേ? എവിടുന്നാണ് ആരങ്ങോട് പറയാൻ പറഞ്ഞത്? എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ പറയണത്? അതിൻ്റെ ഗൗരവം എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ഇത്രയും ഇതിൻ്റെ ഗൗരവം ഉള്ളത് കൊണ്ട്, സീരിയസ്നെസ് ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. എൻ്റെ സഹോദരന്മാരെ എന്നോട് ക്ഷമിക്കണം. എന്നോട് നിങ്ങൾ വെറുപ്പൊന്നും വിചാരിക്കരുത്. നിങ്ങളോട് സ്നേഹമുണ്ടായത് കൊണ്ടാണ്, നിങ്ങളുടെ ആത്മബത്ത് നന്നാവണം, ദുന്യാവും ആഖിറവും രക്ഷപ്പെടണമെന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര ഗൗരവത്തിൽ ഇത് പറയുന്നത്. അതുകൊണ്ട് ആ ഗൗരവത്തിൽ തന്നെ നിങ്ങൾ എടുത്തുകൊണ്ട് ആ തെറ്റിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. അവർ പിന്മാറട്ടെ, അപ്പോൾ അവരും പിന്മാറിക്കോളും. നമ്മളൊക്കെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അവരൊക്കെ പിന്മാറും. പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അവരങ്ങനെ തുടരുക ചെയ്യാം. അതിൻ്റെ കുറ്റക്കാർ നമ്മളിൽ കിട്ടും. നമ്മൾ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അതിൻ്റെ നന്മയും നമുക്ക് കിട്ടും. അള്ളാഹു അവർക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും അവരുടെ സത്യം മനസ്സിലാക്കിയിട്ട് അവരെ നല്ല വഴിക്ക് നല്ലൊരു കുടുംബജീവിതം രണ്ടുപേർക്കും ഉണ്ടാവട്ടെ. അള്ളാഹു അതിന് സാഹചര്യം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരിലേക്കും ഈ സത്യം എത്തിച്ചു കൊടുക്കണം. അത് നിങ്ങളുടെ ഒരു കടമ കൂടിയാണ്. അവർക്ക് മാത്രമല്ല, അവരിലേക്കും ഇത് എത്തട്ടെ. അവരുടെ നമ്പറും കാര്യങ്ങളും നമ്മളെ കയ്യിലില്ലല്ലോ. അതുപോലെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിക്കാൻ കരുതുന്നവരുണ്ട്, അവരിലേക്കും ഈ സന്ദേശം എത്തട്ടെ. അതിന് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.